خرجنا مع النبي صلى الله عليه وسلم في غزوة من الغزوات. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിൽ സംബന്ധിച്ച ഒരു അനുഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ഞങ്ങൾ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുന്നു. നബി തങ്ങൾക്ക് അവിടുത്തെ ഒട്ടകം ഒരുക്കി കൊടുക്കുന്ന നബി തങ്ങളുടെ ഒരു പരിചാരകൻ ഗുലാമുൻ കാന യഖ്ദുമുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം നബി തങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുത്ത് ആ യുദ്ധത്തിൽ നിന്ന് അവർ തിരിച്ചു പോരുകയാണ്. അങ്ങനെ നബി തങ്ങളുടെ ഒട്ടകം അതിന്റെ ഒട്ടകക്കട്ടിൽ അവിടെ വെച്ച് നബി തങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ശരിപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ ഒട്ടകത്തിന് സേവനം, അതിന്റെ ആ ഒരു വാഹനം നബി തങ്ങൾക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരിസരത്തെ ഏതോ ഒരു പാറക്കെട്ടുകളുടെ മറവിൽ നിന്ന് ഒരു മുശ്രിക്കായ മനുഷ്യൻ നബി തങ്ങളുടെ ഈ പരിചാരകന്റെ നേർക്ക് ഒരമ്പെയ്യുന്നു. യുദ്ധം അവസാനിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. അവർ തിരിച്ചു പോരുകയാണ്. ആ അമ്പ് ഈ പരിചാരകന്റെ നെഞ്ചിലേക്കാണ് തട്ടുന്നത്. ഉടനെ തന്നെ നിലത്ത് വീഴുന്നു. ചോരയിൽ കുളിച്ച് അന്ത്യശ്വാസം വലിക്കുകയാണ്. കൂടി നിന്ന സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹനീഅൻ ലഹു ബിൽ ജന്നഹ, ഹനീഅൻ ലഹു അശ്ശഹാദ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. തക്ബീർ ചൊല്ലുകയാണ്. ഒരത്ഭുതം നടക്കുമ്പോൾ തക്ബീർ ചൊല്ലും. ഹനീഅൻ ലഹു ബിൽ ജന്നഹ, സ്വർഗത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ ഹനീഅൻ ലഹു അശ്ശഹാദ. യുദ്ധം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. യുദ്ധം മുഴുവൻ തീരുന്നവരെ നബിയോടൊപ്പം ഉണ്ടായി. ഇസ്ലാമിന് വേണ്ടി പടപൊരുതി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ശരിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കെ ഒരു ശത്രുവിന്റെ അമ്പ് തറച്ച് വഫാത്താകുന്ന ചെറുപ്പക്കാരനെ നോക്കി സ്വഹാബത്ത് സ്വാഭാവികമായും അവരുടെ അനുമാനം സ്വർഗം തന്നെ. ഹനീഅൻ ലഹു ബിൽ ജന്നഹ, ഹനീഅൻ ലഹു ബിശ്ശഹാദ. ഇതെന്തോ ഒരു ഭാഗ്യമാണ്. സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ രക്തസാക്ഷിത്വം കൊണ്ടുപോയല്ലോ, ഷഹീദെന്ന് ഉറപ്പ്, രക്തസാക്ഷി എന്ന് ഉറപ്പ്, രക്തസാക്ഷിക്ക് സ്വർഗമുണ്ടല്ലോ, നിങ്ങൾ ഇയാൾക്ക് സ്വർഗം ആശംസിക്കുന്നുവെന്ന് ഹബീബിന്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഈ പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണ് അവിടെ ധരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു വരികയാണ്. ശത്രുക്കളുമായി പടപെരുതി വരുന്നു. നബിതങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കെ അമ്പതറച്ച് മരിക്കുകയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കല്ലാ, ഒരിക്കലുമില്ലല്ലോ, കല്ലാ, സ്വർഗം ആശംസിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ എന്തറിഞ്ഞു? ലിമാദാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ട് നബിയേ, എന്താണ് ഇതിന്റെ കാരണം? ഞങ്ങൾ സ്വർഗം ലഭിക്കുമെന്ന് വിചാരിച്ച ഇയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ലെന്നോ? എന്ത് അപരാധമാണ് നബിയെ സ്വർഗം നിഷേധിക്കപ്പെടാൻ ഇയാൾ ചെയ്തത്? ലിമാദാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ട് നബിയെ, എന്തുകൊണ്ട് ഇയാൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു? ഇന്ന ശംലതല്ലതീ ഗല്ലഹാ ലതൽതഹിബു അലൈഹി ഫീ ഖബ്രിഹി നാറാ. ഇന്ന ശംല, ഒരു തലപ്പാവായി ധരിക്കുന്ന മേൽത്തട്ടം, ഒരു തലപ്പാവിന്റെ ഒരു കഷ്ണം. ഇന്ന ശംല അല്ലതീ ഗല്ലഹാ,
മുസ്ലിമീങ്ങളുടെ ഗനീമത്ത് സ്വത്തിൽ നിന്ന്, മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ച് കിട്ടേണ്ട സ്വത്തിൽ നിന്ന് ഒരു മേൽത്തട്ടം തലപ്പാവായി ധരിക്കുന്ന, ഷാളിൽ ധരിക്കുന്ന, തോളിൽ ധരിക്കുന്ന ഒരു വസ്ത്രം, ഒരു കഷ്ണം തുണി, ആ തുണിക്കഷ്ണം മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുക്കേണ്ട ഗനീമത്തിന്റെ സ്വത്തായിരുന്നു. ആ സ്വത്തിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ സമ്മതമില്ലാതെ എടുത്തു കൈപ്പറ്റിപ്പോയ ആ ഒരു വസ്ത്രം കാരണം തന്റെ ശരീരത്തിലേക്ക് ഖബറിൽ തീജ്വാലകളായി പടർന്നു പിടിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തസാക്ഷിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ശരിപ്പെടുത്തി കൊടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ, നബിതങ്ങളോടൊപ്പം യുദ്ധത്തിൽ സംബന്ധിച്ചു പോകുന്നൊരു ചെറുപ്പക്കാരൻ, അല്ലാഹു അക്ബർ, ഹനീഅൻ ലഹു ബിൽ ജന്ന ഹനീഅൻ ലഹു ബിശ്ശഹാദ. രക്തസാക്ഷിത്വം ഉറപ്പാണ്, സ്വർഗം ഉറപ്പാണെന്ന് സ്വർഗം ആശംസിച്ചുകൊണ്ടിരിക്കെ ഖല്ലാ, സ്വർഗം പറയാനായില്ല, സ്വർഗം ആശംസിക്കാനായില്ലല്ലോ. പണ്ടൊരിക്കൽ മുസ്ലിമീങ്ങൾക്ക് ഗനീമത്ത് കിട്ടിയിരുന്ന സമയത്ത് ഒരു കഷ്ണം, ഒരു തുണിക്കഷ്ണം ആരോടും സമ്മതം ചോദിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുക്കേണ്ട ആ സ്വത്ത് സമ്മതമില്ലാതെ കൈപ്പറ്റിയതിന്റെ പേരിൽ, ആ ഒരു വസ്ത്രം മോഷ്ടിച്ചെടുത്തതിന്റെ പേരിൽ ലതൽതഹിബു അലൈഹി ഫീ ഖബ്രിഹി നാറാ, തന്റെ ഖബറിൽ തീജ്വാലകളായി പടർന്നു പിടിക്കാൻ അത് കാരണമാകുന്നുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, സത്യവിശ്വാസികളെ, ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണമേ, വമുഹഖിറാത്തിൽ ദുനൂബ്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില തെറ്റുകൾ നിങ്ങൾ സൂക്ഷിക്കണമേ, കരുതലോടെ നിൽക്കണേ. നിങ്ങൾ നിസ്സാരമായി കരുതുന്ന പലതും തഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം, നിങ്ങൾക്കത് നിസ്സാരമാണ്, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഗൗരവമുള്ള തെറ്റുകളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ചെറിയ തെറ്റല്ലേ, സാരല്ല, ഒരു ഷാളല്ലേ, ഒരു കഷ്ണം തുണിയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളരുതേ. ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, തെറ്റുകളിൽ, പാപങ്ങളിൽ നിങ്ങൾ നിസ്സാരമാണെന്ന് തള്ളിക്കളയുന്നത് നിങ്ങൾ തള്ളിക്കളയല്ലേ, സൂക്ഷിക്കണേ, ഗൗരവത്തോടെ കാണണമേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ആധുനിക പരിച്ഛേദമാണ് നമ്മൾ ഈ പറയുന്നത്. തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം, പാപങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത്. തെറ്റുകൾ സാരല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരു പിക്ചർ കാണുമ്പോ ഞാനൊരു പെണ്ണിനെ ലൈവായി നോക്കിയിട്ടില്ലല്ലോ, ഒരു ചിത്രമല്ലേ കണ്ടത്, ഒരു വീഡിയോ അല്ലേ കണ്ടത്, അത് കണ്ണാടിച്ചില്ലിൽ കാണുന്ന പോലെ എന്നൊക്കെ മസ്അലകൾ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുന്നത്, പാപങ്ങളെ ന്യായീകരിക്കുന്നത്. തെറ്റത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്റെ കൂടെയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, ഞാൻ അത്ര ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നവർ നിസ്സാരവൽക്കരിക്കുക. ഞാൻ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ, എന്നെക്കാളും പാപം ചെയ്യുന്നവര് വേറെയില്ലേ. ഹിജാബ് ധരിക്കാതെ നടക്കുന്നൊരു പെൺകുട്ടി, താൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ ഇത്രയൊക്കെ ശരീരം മറച്ചിട്ടുണ്ടല്ലോ, ശരീരം വർണ്ണിക്കുകയോ ശരീരത്തിന് ടൈറ്റ് ഫിറ്റായി നിൽക്കുകയോ ചെയ്യുന്നത് ഒരു പെൺകുട്ടി ധരിക്കരുത് എന്ന് നിബിധങ്ങൾ പറയുമ്പോ, ഞാൻ ധരിച്ച അത്രയും വസ്ത്രം ധരിക്കാത്തവരുണ്ടല്ലോ, എന്റെ കൂടെയുള്ളവരെ, എന്നെ പോലെയൊന്നല്ലല്ലോ, അവർ ഇത്രയും മറക്കാത്തവരല്ലേ, ഞാൻ പിന്നെയും മറച്ചിട്ടുണ്ടല്ലോ, തല മറച്ചുവല്ലോ, ശരീരം മറച്ചുവല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നിയമത്തെ ചെറുതായി ന്യായീകരിക്കുമ്പോൾ, ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, പാപങ്ങളിൽ നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്നവരെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഇത്തരക്കാരെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം, നിങ്ങളത് നിസ്സാരമായി കാണുന്നു, അള്ളാഹുവിന്റെ അരികത്ത് ഇത് ഗൗരവമേറിയതാണ്.
നിങ്ങൾ നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിന്റെ മുമ്പിൽ ഗൗരവമുള്ളതാണ്. അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ മുൻതദിം ഫി അഖ്ബാരിൽ മുലൂക് വൽ ഉമം. അല്ലാമ ഇബ്നുൽ ജൗസി സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ ഉദ്ധരിച്ചൊരു സംഭവം പറയുന്നുണ്ട്. ആ മഹാനുഭാവൻ മരിച്ചു കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം തന്റെ ശിഷ്യൻ ഗുരുവെ കാണുന്നു, സ്വപ്നദർശനം കാണുന്നു. ആഹിയ ശൈഖ് മാ ഫഅല അല്ലാഹു ബിക്, എന്റെ ഗുരുനാഥരെ, എന്റെ ശൈഖവറുകളെ, മാ ഫഅല അല്ലാഹു ബിക്, അല്ലാഹു എന്താണ് നിങ്ങളോട് ചെയ്തത്? ഫി അയ്യി ദറജാതി റഫഅക്, സ്വർഗ്ഗത്തിന്റെ ഏത് സ്ഥാനങ്ങളിലേക്കാണ് അല്ലാഹു നിങ്ങളെ ഉയർത്തിയത്? സ്വർഗ്ഗത്തിന്റെ ഏത് സ്ഥാനങ്ങളിലേക്കാണ് അല്ലാഹു നിങ്ങളെ ഉയർത്തിയത്? മാ ഫഅല അല്ലാഹു ബിക്, എന്താണ് അല്ലാഹു നിങ്ങളോട് ചെയ്തത്? 1 വർഷത്തിന് ശേഷം സ്വന്തം ഗുരുനാഥനെ സ്വന്തം ശിഷ്യൻ സ്വപ്നദർശനം കാണുന്നു. സത്യസന്ധമായ സ്വപ്നദർശനമാണിത്. മഹാന്മാരിൽ പ്രഗത്ഭനായൊരു മഹാനയാണ് അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നത്. നുണ പറയുന്ന സ്വപ്നദർശനങ്ങളല്ല. ഷെയ്ഖിന്റെ മറുപടി അൽആന ഇൻതഹൈതു മിനൽ ഹിസാബി അലാ മഅസിയത്തിൻ മിൻ മആസി, അൽആന ഇൻതഹൈതു മിൻ മഅസിയത്തിൻ മിൻ മആസി, തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റിന് അല്ലാഹു എന്നെ വിചാരണ ചെയ്ത ആ വിചാരണ ഇപ്പോഴാണ് തീരുന്നത് മോനെ. 1 വർഷത്തിന് ശേഷം ചോദിച്ചു, 1 വർഷം നിങ്ങളെ അല്ലാഹു ചോദ്യം ചെയ്യാൻ മാത്രം എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത്? മഹാന്മാരുടെ സ്വപ്നം എങ്ങനെയാണ്? എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റെന്നറിയോ? എന്താണ് നിങ്ങൾ ചെയ്ത പാപം? ഏത് പാപത്തെയാണ് അല്ലാഹു നിങ്ങളെ ഇത്രയും ഗൗരവത്തിൽ നിങ്ങളെ വിചാരണ ചെയ്തത്? ഏത് പാപം കാരണം? ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഇന്നഹാ വല്ലാഹി ഇൻ കുൻതു മർറ സായിറൻ ഫി ത്വരീഖ്, ഞാനൊരു വഴിയിലൂടെ അങ്ങനെ നടക്കുമ്പോ അന്ന് ഒരു വൈക്കോലിന്റെ കൂന ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവെച്ച ഒരാൾ കഴുത എവിടെ നിർത്തിയിട്ട് വീട്ടിലെന്തിനോ സാധനത്തിന് പോയിട്ടുണ്ട്. ആ നേരത്ത് ആ വൈക്കോലിൽ നിന്നും ഒരു കഷ്ണം പല്ല് കുത്തിയെടുക്കാൻ വേണ്ടി ഒരു കഷ്ണം, ഒരു ചെറിയ ഒരു കൊള്ളി ഞാൻ അതിൽ നിന്നെടുത്തിരുന്നു. ഉഖല്ലിലു ബിഹി അസ്നാനി, എന്റെ പല്ലുകൾക്കിടയിലെ ഭക്ഷണങ്ങൾ എടുത്തു മാറ്റാൻ. فأنا الآن أسأل منذ سنة كاملة, 1 വർഷമായി അല്ലാഹു എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് ലിമ അഖദ്തഹു ബിഗൈരി ഹഖ്ഖി, ലിമ അഖദ്തഹു ബിഗൈരി ഹഖ്ഖി, നിങ്ങൾക്ക് അർഹതയില്ലാതെ, പൊരുത്തമില്ലാതെ, സമ്മതമില്ലാതെ എന്തുകൊണ്ട് നിങ്ങളതെടുത്തു? എന്തുകൊണ്ടെടുത്തു? നിങ്ങൾ അയാളോട് സമ്മതം ചോദിച്ചില്ലല്ലോ. ആ ഒരു വൈക്കോൽ കൂനയിലെ ഒരു കഷ്ണം എടുത്തതിന്റെ പേരിൽ അല്ലാഹു 1 വർഷം അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്തുവെന്ന് 1 വർഷത്തിന് ശേഷം തന്റെ ഗുരുനാഥനെ കണ്ട അനുഭവം അല്ലാമ ഇബ്നുൽ ജൗസി അഹദുസ് സ്വാലിഹീനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നു.